ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹേർട്ട് ആൻഡ് വോയിസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ ഉള്ളിലെ നിരാശ എങ്ങനെ മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. തുടർച്ചയായി നിരാശ അനുഭവിക്കുന്നവർക്കു ഇതാണ് ആദ്യ ചോദ്യം. എന്താണ് നിരാശ സംഭവിക്കാനുള്ള കാരണങ്ങൾ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച തോൽവികളാകാം, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാവാം, നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ ഏറ്റവും വലിയ ദുഃഖം കാരണവുമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നടക്കാതെ പോയത് കൊണ്ടും ആവാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ നിരാശ എന്ന സംഭവം നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്ന്? നിരാശ എന്നതും സ്ഥിരമായിട്ടുള്ള കാര്യമല്ല. ഇതും കടന്നു പോകും. അത് കടന്നു പോകാനുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഈ നിരാശയും കടന്നു പോകും. അതിനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. സ്ഥിരമായി വിശ്രമിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കുക. അടുത്തത് ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കുക. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ശരീരത്തിന് ആവശ്യമായ ഉറക്കം നൽകുക. ഒരു ശരാശരി മനുഷ്യന് 8 മണിക്കൂറാണ് ഉറങ്ങാനുള്ള സമയം. ആ 8 മണിക്കൂറും കൃത്യമായി ഉറങ്ങാൻ ശ്രമിക്കുക. അവസാനമായി എനിക്ക് പറയാനുള്ളത് മനസ്സിന് എന്തെങ്കിലും സങ്കടം വന്നാൽ ആദ്യം ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തിരുന്ന് ദീർഘശ്വാസം വലിക്കുക എന്നതാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ദിനംപ്രതി ചെറിയ ചെറിയ വിജയങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഉദാഹരണം, ഇന്ന് ഞാൻ 15 മിനിറ്റ് സഞ്ചരിക്കും, നാളെ ഞാൻ ഒരു പേജ് ബുക്ക് വായിക്കും, നമുക്ക് ഇഷ്ടമുള്ള ആരോടെങ്കിലും വിളിച്ച് സംസാരിക്കും എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിജയം കണ്ടെത്തുക. അടുത്തത് നിരാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലാണ് നിരാശയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹകരണം തേടുക. അത് ആരോടാണെങ്കിലും, വിശ്വസ്തരായ സുഹൃത്തുക്കളോടാണെങ്കിലും, നമുക്ക് പ്രിയപ്പെട്ട ബന്ധുക്കളോടായാലും, അത് ആരോടായാലും സഹകരണം തേടുക. അടുത്തതായി നമ്മുടെ നിരാശ മാറ്റി ആത്മവിശ്വാസം എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ്. നമുക്ക് മുമ്പ് സംഭവിച്ചിട്ട് പോയിട്ടുള്ള വിജയങ്ങളെ പറ്റി നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വയം പ്രതീക്ഷകൾ അർപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഉദാഹരണം, ഞാൻ ശക്തനാണ്, എനിക്കും ഒരു ലക്ഷ്യമുണ്ട്, അത് നിറവേറാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കണം, അത് ഞാൻ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെയുള്ള സ്വയം ആത്മവിശ്വാസം കൂട്ടുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഹേർട്ട് ആൻഡ് വോയിസ് യൂട്യൂബ് ചാനൽ.